എന്നതിനാ ഫോട്ടോ എടുത്തേ? ആ എന്നാ ഡ്യൂട്ടിക്ക് തടസ്സം? എന്നാ ഡ്യൂട്ടിക്ക് തടസ്സമാ? എന്നാ ഡ്യൂട്ടിക്ക് തടസ്സമാ? നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആർക്കും പോകാൻ പറ്റുമല്ലോ. പമ്പ വരെ ബ്ലോക്ക് എടുക്കാം. കട്ടി നിർത്തോ വണ്ടി നമുക്ക് കോടതി വെച്ച് വേണം നിങ്ങൾ തീരുമാനിക്കാം. എടുത്തോ മൊത്തം എടുത്തു പിടിച്ചു. ആ പിടി പിടിച്ചു രണ്ട് എല്ലാം പിടിച്ച് ഞാൻ മൊത്തം പിടി. ഈ ചേട്ടനെ പിടിച്ചു അവരെ കാണിക്കും. എന്നാ തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞേ? എന്നെ തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞേ? എന്നെ തടസ്സപ്പെടുത്തിയ നിങ്ങളെ? എന്നെ തടസ്സപ്പെടുത്തിയേ? എന്നെ തടസ്സപ്പെടുത്തി? എന്നാ തള്ളുന്നേ? എന്നത്ര തള്ളുന്നേ? എന്നാ തള്ളുന്നേ? എന്നാ തള്ളുന്നേ? ആഹാ ആഹാ നിലവിൽ തന്നെ ഒരു SI അവിടെ വരുന്നു. അന്നേരം അദ്ദേഹം കണ്ടുകൊണ്ടാണ് വരുന്നത്. അതായത് അന്നേരം ഇപ്പം എന്റെ ഫോൺ പിടിക്കാൻ ശ്രമിക്കുന്നു. എന്റെ ഫോണിനകത്ത് കംപ്ലൈന്റ് ഉണ്ടാവുന്നു. അപ്പം ഞാൻ ആ ഫോൺ കൊടുത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ഫോൺ എന്റെ ഫോണിൽ മാത്രം ഞാൻ പിടിച്ചു. അപ്പം ഈ പോലീസ് ഫോണിൽ പിടിച്ചത് എന്താ? ഞാൻ വീഡിയോ എടുത്തു എന്നൊരു കാരണം. വീഡിയോ എടുത്തു എന്നുള്ള കാരണത്താലാണോ ഈ പോലീസുകാരൻ അല്ലേ? അതെ. അപ്പം ഫോൺ പിടിക്കാനായിട്ട് ഫോൺ പിടിക്കുന്നു. നമ്മൾ ഇത്ര ആവശ്യപ്പെട്ടുള്ളൂ. എരുമേലി കാഞ്ഞിരപ്പള്ളി റോഡിലെ ഗതാഗതക്കുറിപ്പ് പരിഹരിക്കാൻ വേണ്ടി ഒരു മാന്യമായ നിർദ്ദേശം കൊടുത്തു. ഇത്രയല്ലോ നിർദ്ദേശം കൊടുത്തു, അത്രേ ഉള്ളൂ. അന്നേരം ഈ പോലീസുകാരൻ ചോദിക്കുകയാണ് എന്താ ചോദിച്ചേ? പോലീസുകാരൻ എന്നെ പഠിപ്പിക്കേണ്ടതാണ്, നിങ്ങളെ പഠിപ്പിക്കേണ്ടതെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള കുറെ ഒരു സംഭാഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ശരി. അപ്പം ഇതിനകത്ത് ഞാനൊരു വീഡിയോ പിടിച്ചു എന്നുള്ള ഒരു കുറ്റകൃത്യം മാത്രമേ ഉള്ളൂ അല്ലേ? വീഡിയോ പിടിക്കാൻ ഒരു കുറ്റകൃത്യമല്ലോ ഒരു അല്ലെങ്കിൽ അവര് CCTV പരിശോധിക്കട്ടെ. പോലീസിന് എരുമേലിയില് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സത്യമായ അവസ്ഥകളുണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിലും ഉണ്ടല്ലോ. അതിനുശേഷം ഞങ്ങളെ രണ്ടുപേരെയും കൂടെ SIയുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം എന്നെ അവിടുന്ന് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് ഞാന് മോശമായ പെരുമാറ്റം വല്ലതും ഉണ്ടായോ? ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? അത് സംഭവിച്ചത് അവിടുത്തെ പല ഉദ്യോഗസ്ഥരും എന്നോട് രണ്ടുപേര് ചീത്ത വാക്ക് സംസാരിച്ചിട്ടുണ്ട്. SI അതേപോലെ അവിടുത്തെ അഡീഷണൽ SI ആയിട്ടിരുന്ന ഒരു വനിതയുണ്ടായിരുന്നു. അദ്ദേഹം എന്നോടും പപ്പ ജാമ്യത്തിൽ നോക്കാൻ വേണ്ടി വന്നപ്പോ പപ്പായോടും മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ അങ്ങനെ കണ്ടാൽ അറിയാവുന്ന ചില പോലീസുകാര് എന്നോട് നഗരത്തിലെ ഒരു തിരക്കിന്റെ ഒരു വീഡിയോ എടുത്തു എന്നുള്ള പേരിൽ ഒരു പോലീസുകാരൻ വന്ന് ഫോൺ തട്ടിപ്പറിച്ചെങ്കിൽ നമുക്ക് ഇത് ന്യായമായിട്ട് മനുഷ്യാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് നമുക്ക് പരാതി കൊടുക്കാമല്ലോ. തീർച്ചയായിട്ടും. അത് നിങ്ങളെ റിമാൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരാൾ വീഡിയോ എടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞ് എന്റെ വീഡിയോ അവരെടുത്തു. അല്ലെങ്കിൽ ഇവര് ഈ നിയമം പറയുന്നതാണെങ്കിൽ അനുമതി വേണമെന്ന് പറഞ്ഞാൽ എന്റെ അനുമതി മേടിക്കാൻ എന്റെ വീഡിയോ എടുത്തു. ഞാനും എടുത്തു. ഞാൻ എടുത്തെന്ന് വെച്ചാല് വേറൊരാളെയും ആക്രമിക്കാനായിട്ട് പോലീസ് ശ്രമിക്കുന്നതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് എന്റെ ഫോൺ പിടിച്ച് മേടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ പോലീസ് അഭിലേഷ് എന്ന പോലീസുകാരന്റെ കയ്യിൽ നിന്ന് വയർലെസ് താഴോട്ട് പോയി. അതാണ് അവിടെ യഥാർത്ഥമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതേപോലെ എന്നെയാണ് പുള്ളി എന്നെയും ഈ പറയുന്ന വേറൊരു ഞങ്ങള് ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ച വേറൊരു അദ്ദേഹത്തെയും ആണ് പോലീസുകാരൻ തള്ളുന്നതും ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നതും ചെയ്യുന്നത്. അത് ശരി. അപ്പൊ തിരിച്ചാണ് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തത്. അത് കൊള്ളാം. എന്നിട്ട് ആ വീഡിയോ ഉള്ളത് നിങ്ങൾക്ക് ഉപകാരമായി. അതാണ് ഞങ്ങള്, അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ കാരണം നമ്മൾക്ക് പോലീസ് നമ്മൾ തെറ്റ് ചെയ്യാത്ത അങ്ങനെ ഒരാളായതുകൊണ്ട്, നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഇറങ്ങിയ ഒരാളായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള നിയമവശങ്ങളിലേക്ക് കൂടുതൽ അറിയാൻ വയ്യാത്ത ഒരു സംഭവം ആയിരുന്നതുകൊണ്ടും പോലീസുമായിട്ട് കേസോ അങ്ങനെ മറ്റില്ല. മുൻപ് പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും പരാതികളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ എന്തെങ്കിലും? അല്ലല്ല, അങ്ങനെ ക്രിമിനൽ കേസോ അങ്ങനെ മറ്റൊരു കേസ്. ഞാൻ പറഞ്ഞ വണ്ടി പിടിക്കുന്നതുള്ള സംഭവമല്ല, ഹെൽമെറ്റ് ഇല്ലാതെ പിടിക്കുക അങ്ങനെ അല്ലാതെ എന്തെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളല്ല ചുരുക്കത്തിൽ. അല്ലല്ലേ, ഒരിക്കലും. അത് നമുക്ക് ബാക്കിയുള്ള അന്വേഷിച്ചറിയാം. അപ്പൊ അങ്ങനെ ഒരു കേസൊന്നും ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ ഞാനപ്പോ അത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്യപ്പെട്ട താങ്കൾ പിന്നെ എങ്ങനെയായി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വെളിയിൽ വന്നത്? അത് നമ്മുടെ
ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എന്റെ ഇടവകയിലെ വികാരി അച്ഛനും കൂട്ടായ്മ ലീഡറും. നമസ്കാരം. നമുക്കറിയാവുന്ന പോലെ എരുമേലി ഇപ്പോൾ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ്. അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വാർത്തയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ചില പത്രങ്ങളുടെ ലോക്കൽ പേജുകളിൽ വന്നു, പോലീസുകാരനെ കയ്യേറ്റം ചെയ്ത ദേശാഭിമാനി വാർത്ത കൊടുക്കുകയുണ്ടായി. അതായത് ക്രിസ്മസിൻ്റെ തലേദിവസം അവിടെ ഈ എരുമേലി കാഞ്ഞിരപ്പള്ളി റോഡിൽ ഭയങ്കര റോഡ് ബ്ലോക്കാണ്. അപ്പോൾ ഈ അവിടെ TB റോഡ്, അതായത് എരുമേലി KSRTC ജംഗ്ഷനിൽ നിന്ന് പെട്രോൾ പമ്പിലേക്ക്, അവിടെ കാഞ്ഞിരപ്പള്ളി റോഡിലെ പെട്രോൾ പമ്പിലേക്ക് കയറുന്നിടത്ത് T ഷേപ്പിലാണ് അവിടെ റോഡ് നിൽക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു കാരണവശാലും വണ്ടി ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ആ മെയിൻ റോഡിലേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നിരന്തരമായിട്ട് ട്രാഫിക് ബ്ലോക്കാണ്. ഈ ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് ജനങ്ങൾ അവരുടെ ക്ഷമ കെട്ടിരിക്കുകയാണ്. ഇവിടുത്തെ നാട്ടുകാരുടെ, ഈ നാട്ടുകാരുടെ നില മറുനാട്ടുകാരുടെയും എല്ലാവരുടെയും ക്ഷമ കെട്ടിരിക്കുക. ഇനി അയ്യപ്പന്മാരുടെയും ക്ഷമ കെട്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ ഒരാൾ ചോദ്യം ചെയ്തു. അദ്ദേഹം ഇന്ന് രാവിലെ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം ഈ പോലീസുകാരനോട് പറഞ്ഞു, ഇത് നമുക്ക് പരിഹരിക്കാൻ ഒരു മാർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സൊല്യൂഷൻ എന്താണെന്ന് അയാൾ ഈ ഓഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാം, ഞാനായിട്ട് പറയുന്നില്ല. അപ്പം അയാൾ പറയുന്ന വണ്ടി ഒരു ഡീവിയേഷൻ ആവശ്യമാണ്. ഓരങ്ങൽക്കടവ് വഴിയോ അല്ലെങ്കിൽ നേർച്ചപ്പാറ റോഡിൽ പല വഴികളുണ്ട്. ആ വഴികൾ വഴി വണ്ടി കയറ്റി വിട്ടാൽ കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ, നീ പോലീസിനെ പഠിപ്പിക്കുകയാണോ, ട്രാഫിക് നിയമം പഠിപ്പിക്കുകയാണോ എന്ന് ഈ പോലീസുകാരൻ ചോദിക്കുന്നു. അദ്ദേഹം ചോദിച്ച മഹാമോശം ചോദ്യമാണ്. ചേട്ടാ, നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു പ്രശ്നത്തെ ആ പോലീസുകാരൻ അത്രയും വഷളാക്കിയെന്ന് മാത്രമല്ല, ഈ ചെറുപ്പക്കാരനെ കൊണ്ടുപോവുകയാണ്. പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോയിട്ട് അയാൾക്ക് 15 ദിവസം റിമാൻഡ് കൊടുക്കുകയാണ്. അയാൾ ചെയ്ത തെറ്റെന്താ? ഇപ്പം ഞാനിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്കൊന്നും ഒരു വാർത്തയും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു നാട്ടിലെ തിരക്ക് അല്ലെങ്കിൽ ഒരു അപകടം, ഒരു സംഭവം, അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് കുറ്റകൃത്യമാണോ? ഒരു കുറ്റകൃത്യം കാണുമ്പോൾ അതിനെ കുറ്റകൃത്യത്തെ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ചോദിക്കുന്നത്, ഒരു കുറ്റകൃത്യത്തെ കാണുന്നത് അല്ലെങ്കിൽ ആ കുറ്റകൃത്യം കണ്ട് കൈയും കെട്ടി നിൽക്കുന്നതാണോ, ആ കുറ്റകൃത്യം നാട്ടുകാരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതാണോ? ഏതാണ് ശരി? നിങ്ങൾ നാട്ടുകാർക്ക് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കാസാണ് ഈ ചെറുപ്പക്കാരൻ. അദ്ദേഹം മുക്കൂടുതറ കിടന്ന് ഓലക്കുളം നിലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തൊടുപുഴ ഒരു പ്രസ്സിലാണ് ജീവനക്കാരൻ. അപ്പോൾ അദ്ദേഹം രാവിലെ വിളിക്കുകയുണ്ടായി. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പറഞ്ഞു, ഒരു വീഡിയോ കാണട്ടെ, എന്താണ് അതിൻ്റെ അത് യഥാർത്ഥ സംഭവം, അതിൻ്റെ വീഡിയോ ഉണ്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യും, ഇതോടൊപ്പം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും ആ പോലീസുകാരൻ്റെ ഭാഗത്ത് ഒരു ന്യായമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കോടതി ഈ വീഡിയോ കണ്ടു. അത് അഡ്വക്കേറ്റ് ബിനോയ് മങ്കന്താനം മുഖേനയാണ് ഈ വീഡിയോ കൊണ്ട്. ഈ വീഡിയോ മറ്റാർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല, അതും പറഞ്ഞേക്കാം. ആ വീഡിയോ ഞങ്ങൾ എയർ ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾ നോക്കുക അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത്. അയാൾ പറഞ്ഞു, ഇങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതെ നമുക്കൊരു പരിഹാരം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ് ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് മണിക്കൂറുകൾ നിർത്തിയിട്ട് പിന്നെന്താ ചെയ്യുന്നത്? അയാളെ കോടതി കൊണ്ടുപോവുക. അയാൾ എന്ത് കുറ്റം ചെയ്ത്? അയാൾ മദ്യവെച്ചിട്ടില്ല, അല്ലെ പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കിയിട്ടില്ല, അല്ലെ നാട്ടുകാരുടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആരും തോളെ കയറിയിട്ടില്ല. ഈ പോലീസുകാരെന്താ ചെയ്തത്? അയാൾ എരുമേലി പോലീസ് സ്റ്റേഷനിലെ ആളല്ല. പക്ഷെങ്കിൽ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർ വാഴുന്നിടത്തോളം കാലം സർക്കാരിന് പ്രതിഷേധ നഷ്ടം സംഭവിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ വരുന്ന എല്ലാ കോടാലും സർക്കാരിൻ്റെ മണ്ടയിലേക്കാണ് വരുന്നത്. ഇത് ബഹുമാനപ്പെട്ട പിണറായി സർക്കാരിനോട് പറയാനുള്ള കാര്യമാണ്. ഇവരെ പോലുള്ള ആൾക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ പൊതുജനത്തിന് സർക്കാരുള്ള മതിപ്പ് കുറയ്ക്കാൻ ഇടയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുന്നു.